ഹലോ, നമ്മളിന്ന് നാട്ടിലേക്ക് പോവാട്ടോ. ഓരോ തവണ നാട്ടിലേക്ക് പോകുമ്പോഴും ഭയങ്കര സന്തോഷം. പക്ഷെ അത് ഇത്തവണ ഇച്ചിരി കൂടുതലാ. കാരണം എന്റെ അനിയത്തിയുടെയും അനിയന്റെ ഒക്കെ മാരേജ് ആണ്. അപ്പോ അതിന്റെ ഒരു ത്രില്ലും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട് ഇത്തവണത്തെ യാത്രയിൽ. ഇനി നമുക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോയി. വെളുപ്പിന് 3:10 എത്തിഹാദ് ഫ്ലൈറ്റിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ രാത്രി ഒരു 10:30 ആയപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് ഏകദേശം 30 മിനിറ്റിൻ്റെ ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. കാര്യം കുറച്ച് വീഡിയോസും ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടെത്തി. ഇതാണ് സയ്യദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. മുൻപ് ഇത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റീസെൻ്റ്ലിയാണ് പേര് ചേഞ്ച് ചെയ്തത്. UAE ഫൗണ്ടറും ഫസ്റ്റ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. എൻ്റെ അമ്മേ, ഈ പേര് ഞാൻ പഠിക്കാൻ പറ്റൊരു പാടേ. എന്തായാലും അദ്ദേഹത്തോടുള്ള ഓണറായിട്ടാണ് ഈ പേര് നൽകിയത്. പിന്നെ ഈ എയർപോർട്ടിൽ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. കൂടാതെ മിഷൻ ഇമ്പോസിബിൾ ഡെത്ത് റെക്കണിംഗ് എന്ന ഹോളിവുഡ് മൂവിയും അബുദാബി എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലിലാണ് ഷൂട്ട് ചെയ്തത്. എയർപോർട്ടിൽ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഇവിടുത്തെ ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ. ലിഫ്റ്റ് ഉള്ളിടത്തൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് പോയി. അവിടെ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട നേരത്തെ ക്യൂവിനൊടുവിൽ കൗണ്ടറിനടുത്തേക്ക് എത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആയിരുന്നു. അത് കേട്ടപ്പോൾ ആകെ ടെൻഷനായി. അതുവരെ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻ്റ് എല്ലാം പോയി കിട്ടി. അവർ ഞങ്ങളോട് 2 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തായാലും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം പോകണ്ടേ. അവിടെ ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ കൗണ്ടറിൽ പോയി അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നറിഞ്ഞു. ആകെ മൂഡ് പോയിരിക്കുന്ന എന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി 2 മണിയായപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ബോർഡിംഗ് ടൈം 2:25 പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറി. അവിടെ ലുലു ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്കൊന്നും പോകാനേ പറ്റിയില്ല, ടൈം ഇല്ലായിരുന്നല്ലോ. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗേറ്റിനടുത്തെത്തി. അവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കാണും. അവിടുന്ന് പിന്നെ നേരെ ഫ്ലൈറ്റിലേക്ക് കയറി. വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പോഴേക്കും സമയം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിലെ യാത്രക്കാരെല്ലാം നല്ല ഉറക്കം മൂഡിലായിരുന്നു. എനിക്കും നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. എത്തിഹാദ് ആയതുകൊണ്ടാവാം പുതയ്ക്കാൻ അവരൊരു ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒന്ന് മയങ്ങിയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയിരുന്നു. അതിനിടയിൽ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും പുറത്ത് നല്ല വെട്ടം വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാനും പറ്റിയില്ല. എത്രയും പെട്ടെന്നൊന്ന് നാട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു ചിന്ത. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. UAE കൊടും ചൂടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ മഴ കണ്ടപ്പോൾ മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്തൊരു കുളിരായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. അപ്പോൾ ഇനി നാട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ സ്റ്റേ വിത്ത് മീ. Talks and Walks with Priya. See you soon. Bye.